സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിങ്, ഡയറക്ഷൻ അതൊക്കെ നടത്തുന്ന പ്രോസസ്സിന് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയും. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണ്? സ്ട്രാറ്റജിക് അതായത് തന്ത്രങ്ങളൊക്കെ തന്ത്രങ്ങൾ മലയാളത്തിലാണെങ്കിൽ തന്ത്രങ്ങൾ എന്നൊക്കെ പറയും. അതിന് എന്താണെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് ഓൾ അബൌട്ട് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സ്ട്രാറ്റജീസ് ദാറ്റ് മാനേജേഴ്സ് ക്യാൻ ക്യാരി സോ ആസ് ടു അച്ചീവ് ബെറ്റർ പെർഫോമൻസ് ആൻഡ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഫോർ ദെയർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിനും ബെറ്റർ പെർഫോമൻസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് സ്ട്രാറ്റജീസും ഡിസ്ക്രിപ്ഷൻസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഡെഫിനിഷൻ വായിക്കാം. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ബേസിക് ലോങ് ടേം ഗോൾസ് ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ enterprise and the adoption of courses of action and allocation of resources necessary for carrying out these goals. ആൽഫ്രഡ് ചാൻഡ്ലർ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമൈസ്ഡ് മെത്തേഡാന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ പർപ്പസും എയിംസൊക്കെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയാം, ഓർഗനൈസ്ഡ് ആണ്, സിസ്റ്റമൈസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഗൈഡ് മാനേജറിയൽ ആക്ഷൻസ് ആണ് നെക്സ്റ്റ് പോയിന്റ് വരുന്നത്. ബിസിനസ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻസ്, എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ്, അതിനൊക്കെ അങ്ങനത്തെ ഒക്കെ മാനേജറിയൽ ആക്ഷൻസിന് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയാൻ. തന്നെ അടുത്തത് സ്ട്രക്ചർ ഓഫ് പ്ലാൻസ് ആണ്. അതിൽ എന്താ പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാൻസ്, ഫങ്ഷണൽ പ്ലാൻസ്, ഓപ്പറേറ്റിംഗ് പ്ലാൻസ്, ഓർഗനൈസേഷണൽ പ്ലാൻസ്, 4 കൂടെ കേട്ടോ സ്ട്രക്ചർ ഓഫ് പ്ലാൻസിൽ വരുന്നത്. 4 കൂടിയതാണ് എന്ത് സ്ട്രക്ചർ ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഈ ഓവറോൾ പ്ലാനിങ് അപ്രോച്ചസ് ബേസ് ചെയ്തിട്ടാണ് എന്തായിരിക്കുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇരിക്കുന്നത്. ഈ 4 പ്ലാൻസും 4 പ്ലാനിങ് സെക്ടറുകളും എന്തിൽ വരുന്നുണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ വരുന്നുണ്ട്. ഈ സിസ്റ്റം അപ്രോച്ച് എന്താണെന്ന് നോക്കാം. അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, സിസ്റ്റം അപ്രോച്ച്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഒരു എൻ്റർപ്രൈസിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള പർപ്പസും ഇൻട്രസ്റ്റും ഒക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ടോട്ടലായിട്ടുള്ള എൻ്റർപ്രൈസസിൻ്റെ പർപ്പസ് ഇൻട്രസ്റ്റൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നതാണ് എന്നാണ് സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് വരുന്നത് ഫ്യൂച്ചറിറ്റി ഓഫ് പ്രസൻറ്റ് ഡിസിഷൻസ്. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ എടുക്കുന്ന ഡിസിഷൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്യൂച്ചറിലുള്ള ആക്ഷൻസ്, ഫ്യൂച്ചറിലുള്ള നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. പ്രസൻറ്റ് ഡിസിഷൻസിൻ്റെ അനന്തരഫലങ്ങളാവും നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുക. അപ്പോൾ എന്താണ് ഇൻ്റർറിലേറ്റഡ് ആണ്. ഫ്യൂച്ചറും പ്രസൻറ്റും നമ്മൾ എന്താണ് ഇൻ്റർറിലേറ്റഡ് ആണ്. അതാണ് ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലുള്ള എല്ലാ ഡിസിഷൻസ് അല്ലാതെ എന്താ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചറിലുള്ള ഇപ്പോൾ ഒരു ഓർഗനൈസേഷനാണെങ്കിൽ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇനിഷ്യൽ എടുക്കുന്ന ഡിസിഷൻസ് റിലേറ്റഡ് ആണ്. അതാണ് ഫ്യൂച്ചറിറ്റി ഓഫ് പ്രസൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറും പ്രസൻറ്റും തമ്മിൽ ഇൻ്റർറിലേറ്റഡ് ആണ്. നെക്സ്റ്റ് പറയുന്നത് കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റിൽ അതായത് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ഇപ്പോൾ ഡൊമസ്റ്റിക് ആണെങ്കിലും ഗ്ലോബൽ ആണെങ്കിലും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് ഒരു ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലേ.
ആണ് ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എൻവയോൺമെൻറ്റിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ടൈം സ്പാനാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ടൈം സ്പാൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം അല്ല കേട്ടോ, ഷോർട്ട് റണ്ണിലുള്ളതല്ല, ലോങ് റണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു കാലയളവിക്ക് മാത്രമായിട്ട് വയ്ക്കുന്നതല്ല എന്ത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അത് ലോങ് റണ്ണിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ്. ടൈം സ്പാൻ എന്താണ് പറയുന്നത്, ലോങ് റൺ ആണ് വരുന്നത്. ഇനി അടുത്തത് നോക്കുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സ്, അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. കണ്ടിന്യൂസ് പ്രോസസ്സാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇനിഷ്യൽ തൊട്ടിട്ട് ഗ്രോത്ത് സ്റ്റേജിലൊക്കെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വേണം. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഡിഫറെൻറ്റ് ഐഡിയാസ്, തോട്ട്സ്, സ്ട്രാറ്റജീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് വരുന്നതാണ് ക്രോസ് ഫങ്ഷൻ. ക്രോസ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഇത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഒരു ഫങ്ഷൻസ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ, അങ്ങനെയുള്ള എല്ലാ ഭാഗത്തേക്കും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫീച്ചേഴ്സിൽ വരുന്നത്.